സുബഹി സ്വല ജമാഅത്തായി നിർവഹിക്കുന്നവർക്ക് കിട്ടുന്ന കുറേ മഹത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിന്റെ സ്വല ജമാഅത്തായി നിർവഹിക്കുന്നവർക്ക് പിന്നെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിച്ച് പഠിപ്പിച്ചൊരു നിസ്കാരമാണിത്. അഖ്മിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. സാധാരണഗതിയിൽ നിസ്കാരം 3 വക്താണ് എന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവസാനം പിന്നെ അവർക്ക് നിസ്കാരം തന്നെ ഇല്ലാതാകാണ് ചെയ്തത്. ഖുർആൻ മാത്രം മതി എന്ന വാദമായിരുന്നു അതിന്റെ കാരണം. അവർക്ക് പോലും ബാധ്യതപ്പെട്ട നിസ്കാരമാണത്. കാരണം അഖ്മിസ്സലാത്തിൽ ദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രിയാകും വരെ ഉള്ള നിസ്കാരങ്ങളുണ്ട്. വഹ്റു അസ്റൊക്കെ അതിൽ പെട്ടു. ഇനി ഖുർആനുൽ ഫജ്ർ, രാവിലെ ഖുർആൻ ഓതി നമസ്കരിക്കുന്ന ഫജ്ർ നമസ്കാരവും ഉണ്ട് എന്നാണ്. അപ്പോ ഖുർആൻ പാരായണം കുറച്ച് ദീർഘമായി പാരായണം ചെയ്ത് നിർവഹിക്കപ്പെടേണ്ടുന്ന സുബഹി സ്വലയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സുബഹിന്റെ സമയത്ത് പള്ളിയിലേക്ക് നടക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അവിടുന്നാണല്ലോ നിസ്കാരത്തിലേക്കുള്ള നടത്താണ് ആദ്യത്തെ ഭാഗം. ബശ്ശിരിൽ മശാഈന ഫിദ്ദുൽമി ഇലൽ മസാജിദ് ബിന്നൂരി താം യൗമൽ ഖിയാമ. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? ബശ്ശിരിൽ മശാഈൻ, നടക്കുന്നവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഫിദ്ദുൽമി, ഇരുട്ടത്ത്, ഇലൽ മസാജിദ്, പള്ളികളിലേക്ക്, ബിന്നൂരി താം, സമ്പൂർണമായ പ്രകാശ വലയത്തിലായിരിക്കും അവനുണ്ടാവുക എന്നാണ്. അപ്പോ നടന്നെത്താവുന്ന ദൂരം നടന്നെത്തുക, നടന്നെത്താത്ത ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, വാഹനത്തിൽ കയറേണ്ടി വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പടച്ചോനോട് ചോദിക്കുക, പടച്ചോനെ എനിക്ക് പരിമിതി ഉണ്ട്, നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുക. അപ്പൊ അതിന്റെ ഒരു ആനുകൂല്യം റബ്ബ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തരും. വിശുദ്ധ ഖുർആനിൽ 1-2 ആയത്തുകളിൽ ഈ വിശ്വാസികളുടെ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ ഇടത്തും വലത്തും ഒക്കെ ഒരു പ്രകാശം അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. യഖൂലൂന റബ്ബന അത്മിം ലനാ നൂറന, അപ്പൊ അവര് പറയും പടച്ചോനെ ഞങ്ങൾക്ക് തരാനുള്ള പ്രകാശത്തെ നീ പൂർത്തീകരിച്ചുകൊണ്ടാ, വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുകൊണ്ടാ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം നീ എല്ലാറ്റിനും കഴിയുന്നവനാണ്. വളരെ ഭീതിതമായ അവസ്ഥയാണ് മഹ്ശറിൽ ഉണ്ടാകുക. ആ മഹ്ശറിൽ വിശ്വാസികൾക്കുള്ള ചില അടയാളങ്ങളും ചില സൂചനകളുമാണിത്. നീ ശരി ദിശയിലാണ് പോകാൻ പോണത്, ബേജാറാകണ്ട എന്നുള്ള സൂചനയാണ്. അപ്പോഴാണ് പടച്ചോനെ ഞങ്ങൾക്കുള്ള വെളിച്ചത്തെ നീ പൂർത്തീകരിച്ചു തരണേ എന്ന് പറയുന്നത്. അവിടെ ഒരു വെളിച്ചം വിശ്വാസിക്ക് കിട്ടാനുണ്ട് എന്നാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ബുശ്റാകുമുൽ യൗം, വിശ്വാസിനികളും വിശ്വാസികളും ഒക്കെ പരസ്പരം പരലോകത്ത് വെച്ച് കാണും. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം പിന്നെ കണ്ടുമുട്ടും, അല്ലെ? ഉപ്പയും മോനും ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിതം ദാമ്പത്യം പൂർണ്ണമായി പൂർത്തീകരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഇണകളും എല്ലാവരും പരസ്പരം കണ്ടുമുട്ടും. അള്ളാഹു നമ്മളെല്ലാം, നമ്മുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അങ്ങനെ ആ പ്രകാശ വലയത്തിൽ ഒന്നിച്ചു കാണാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോ അവരിങ്ങനെ സന്തോഷം പങ്കിടുകയാണ്. പടച്ചോൻ പ്രവചിച്ചത് പുലർന്നിരിക്കുകയാണ്. ഭൂമിയിൽ വെച്ച് പ്രസംഗത്തിൽ കേട്ടത്, ഖുർആനിൽ വായിച്ചത് പുലർന്നിരിക്കുകയാണ്. ആ സന്തോഷം അവരിങ്ങനെ പങ്കിടുമ്പോ യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, അവിശ്വാസികളും പിന്നെ മുനാഫിഖുകൾ, കപടവിശ്വാസികളും കപടവിശ്വാസിനികളും ഇസ്ലാമിന്റെ വേഷമൊക്കെ ധരിച്ച് ജീവിച്ചിട്ടുണ്ടാകും. പക്ഷെ ജീവിതത്തിൽ കപടവിശ്വാസത്തിന്റെ സമീപനങ്ങളാണ് പുലർത്തിയത്. അവര് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നതാണ്, ഉന്ദുറൂന, ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങൾക്കും ഇത്തിരി വെളിച്ചം തരൂ എന്ന് പറയുമ്പോ അവരോട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. ഫൽതമിസു, നിങ്ങൾ നിങ്ങളുടെ ബാക്കിൽ പോയി നിങ്ങളുടെ വെളിച്ചം തെരഞ്ഞോളൂ, നിങ്ങളുടെ ബാക്കിൽ പോയി നിങ്ങൾക്കുള്ള വെളിച്ചം തെരഞ്ഞോളൂ, നിങ്ങൾക്കുള്ള വെളിച്ചം ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അവരോട് പറയും എന്നാണ്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനു ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും, വെളിച്ചം ഞങ്ങൾക്കും പകർന്നു തരൂ എന്ന് പറയുമ്പോൾ ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറ, പിന്നോട്ട് പോകൂ എന്നിട്ട് നിങ്ങളുടെ പ്രകാശം തിരയൂ എന്നാണ്. അതിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞത്, ഭൂമിയിൽ പോയി തെറ്റും പ്രശ്നങ്ങളൊക്കെ തിരുത്തി കൃത്യമായൊരു നിലപാടിലേക്ക് എത്തി അതിനുള്ള വല്ല വഴിയുണ്ടോ നോക്കൂ, ഇല്ലെങ്കിൽ വെളിച്ചം കിട്ടൂല എന്നാണ്. അപ്പോ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാത്രല്ല, ഈ രാവിലെ പള്ളിയിൽ സുബഹിന് ജമാഅത്തിന് പോണ ആളുകളെ സംബന്ധിച്ചിടത്തോളം മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, അസറിന്റെയും സുബഹിന്റെയും മഹത്വം ഒന്നിച്ചു പറയുന്ന ഹദീസാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അഅദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ, ഓരോ ദിവസവും അവൻ പോകുമ്പോൾ അവൻ അള്ളാഹു വിരുന്നൊരുക്കുന്നുണ്ട് എന്നാണ്.
അവൻ അള്ളാഹു വിരുന്നൊരുക്കുന്നുണ്ട്. അവിടുത്തെ ഭക്ഷണം മനുഷ്യന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല, മനുഷ്യന്റെ കാതുകൾ കേട്ടിട്ടില്ല, മനുഷ്യന്റെ നാവുകൾക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അങ്ങനത്തതാണ് സ്വർഗത്തിലെ എല്ലാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സുബഹിന് പുറപ്പെടുമ്പോൾ അയാൾക്ക് നിയത്താക്കാവുന്ന 2 കാര്യങ്ങളാണിത്. ഇനി സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് പ്രത്യേകം പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. റക്അത്ത അൽ ഫജ്ർ ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിന്റെ 2 റക്അത്ത് ഭൂമിയിലെ ഏറ്റവും വലിയതാണ്. ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണെന്നാണ് സുബഹിന്റെ 2 റക്അത്ത്. ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലം യകുനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിനൻ നവാഫിൽ അശദ്ദ മിൻഹു തആഹുദൻ അലാ റക്അത്തൈ അൽ ഫജ്ർ. സുബഹിന്റെ 2 റക്അത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ കൃത്യതയും നിത്യതയും തുടർച്ചയും പാലിച്ചതുപോലെ മറ്റൊരു പുണ്യത്തിലും മറ്റൊരു സുന്നത്തിലും പ്രവാചകൻ കണിശത പാലിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ അത്ര തന്നെ കൃത്യമല്ലെങ്കിൽ ഈ ദിവസം ഈ ഒരു ഖുത്ബ നമുക്ക് ഉപകാരപ്പെടും വിധം അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, സുബഹിന്റെ മുമ്പ് അത് നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സുബഹിന്റെ ശേഷം അത് നിർവഹിക്കാൻ വഴിയുണ്ട്. അതാണ് സ്ഥിരമായി ചെയ്യുന്ന നന്മകളുടെ പ്രത്യേകത. എല്ലാ രാത്രിയിലും രാത്രി നിസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തി ഒരു രാത്രി ഉറങ്ങിപ്പോയാൽ അള്ളയാണ് അവൻ ഉറക്കിയത്. അവന് സാധിക്കുന്ന സമയത്ത് പകലിൽ ആ നിസ്കാരം നിർവഹിക്കാമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സുബഹിയിലേക്ക് നടന്നു പോകുന്നതിന്റെ മഹത്വവും അതേപോലെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന്റെ കാര്യവും പറഞ്ഞു. ഇനി സുബഹിന്റെ മഹത്വം പ്രത്യേകം പറയാണ്. അഫ്ദലു സ്വലവാത്ത് ഇൻദ സ്വലാത്തി സുബ്ഹ് യൗമുൽ ജുമുഅ ഫി ജമാഅത്തിൻ. ഏറ്റവും അഫ്ദലു സ്വലാത്ത് ഇൻദ അല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തു സുബ്ഹാണ്. എങ്ങനെ? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഫി ജമാഅ. അപ്പൊ വെള്ളിയാഴ്ചയിലെ സുബഹിക്ക് പ്രത്യേക മഹത്വമുണ്ട്. ജമാഅത്തായുള്ള നിസ്കാരങ്ങളെ പഠിച്ചോ സ്വീകരിക്കുള്ളൂ, അല്ലാത്തത് സ്വീകരിക്കുകയില്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ജുന്ദുബ് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്തിൽ കാണാം, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബഹ് ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മളെ സംരക്ഷണം അള്ളാഹിനെ ഏൽപ്പിക്കുക. അള്ളാഹുവിനെ സംരക്ഷണം ഏൽപ്പിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംരക്ഷണം ആർക്കാ കൊടുക്കുക? ബദരീങ്ങളെ പേര് അവിടെ എഴുതി വെക്കും. ബദരീങ്ങളുടെ 313 ബദരീങ്ങളുടെ പേര് അവിടെ എഴുതി വെക്കണം. എന്തിനാ? ബദർമാല പാടുന്നത് എന്തിനാ? സഹോദരന്മാരെ നല്ലോണം ആലോചിക്കണം. എന്തിനാ? അത് മാറാരോഗങ്ങൾ വരാനും വീട്ടിൽ കള്ളം കയറാതിരിക്കാനൊക്കെയാണെന്നാണ് ബദർമാല തന്നെ പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ സമയമെടുത്ത് നിങ്ങളോട് പറയണേ. ബദരീങ്ങളിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മരിച്ചത് പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ്. പട്ടിണി ഇല്ലാതിരിക്കാനാണ് ബദർമാല കെട്ടിത്തൂക്കുന്നതും ബദർമാല ചൊല്ലുന്നതൊക്കെ. എന്നാലോ പ്രവാചകൻ ബദരീങ്ങളിൽ 1-ാമത്തെ ആളാണ്. ആ വീട്ടിൽ മാസങ്ങളോളം ഭക്ഷണം വേവിക്കാത്ത സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കും റസൂലുള്ളാഹ്. ഇല്ല നബിയെ എന്ന് പറയുമ്പോൾ എന്നാ ഇന്ന് എനിക്ക് നോമ്പാണ് എന്ന് പറയും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അള്ളാഹുവിനെ ദിമ്മത്തെ ഏൽപ്പിക്കുക. ഇൻഷുറൻസ് കമ്പനിയൊക്കെ നമ്മൾ ദിമ്മത്തെ ഏൽപ്പിക്കും അല്ലെ? നമ്മളെ സെക്യൂരിറ്റി നമ്മൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൃത്യമായിട്ട് കൊടുക്കും. പടച്ചോനെ നമ്മൾ ദിമ്മത്തെ ഏൽപ്പിക്കലില്ല. നമ്മുടെ സംരക്ഷണം പടച്ചോനെ ഏൽപ്പിക്കലാണ് സുബഹ് നിസ്കാരം വഴി ചെയ്യുന്നത് എന്നാണ്. അത് പള്ളിയിൽ വരുന്നവന് അങ്ങനത്തെ ഒരു ഓർമ്മയും ബോധ്യമൊക്കെ വേണം. അപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് കിട്ടുക. ഇനി മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം സ്വർഗപ്രവേശം ഉണ്ടാകുന്നതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന. സുബഹിയും അതുപോലെ തന്നെ ഇശാഉം 2 നിസ്കാരങ്ങളും നിസ്കരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ജമാഅത്തായ ഒരാൾ ഇശാ നിസ്കരിച്ചു, ഫകാനമ ഖാമ നിസ്ഫൽ ലൈലി, അവൻ രാത്രിയുടെ പകുതി നിസ്കരിച്ച ഒരാളെ പോലെയാണ്. നമ്മളെ നാട്ടിൽ 23 റക്അത്ത് ചെറിയ സൂറത്തോതി ചെറിയ നേരം കൊണ്ട് തീർത്തിങ്ങനെ പോകുമ്പോ നമ്മളിവിടെ 8 ആയിട്ടുണ്ടാവില്ല, 6 ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും, എന്ത് നമ്മളിത് ഇപ്പോഴും തീർന്നിട്ടില്ല അൽഹംദുലില്ലാ അല്ലെ? നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോ നമ്മളിങ്ങനെ പൊതുവെ പറയും. എന്നാ അതന്നെ ഒരു മണിക്കൂറുള്ളതൊരു 1:10 അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടായാൽ നമ്മൾ പിന്നെന്താ തീരുമാനം എടുക്കുക? എനിക്ക് ഊരന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ അല്ലേ
അല്ലെ ഒരു കാലും മറ്റേ കാലുമൊക്കെ അയറ്റിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടുക? ഒന്നുമില്ല, ഒരാൾക്ക് ക്ഷീണുണ്ടെങ്കിൽ അതിനാണ് പള്ളിയിൽ ഈ കസേരയും സംവിധാനമൊക്കെ. അതൊന്നിട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ള നിസ്കരിച്ചോട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. ഇയാളിങ്ങനെ ചൊറിയാൻ തുടങ്ങും, നിസ്കാരം ഇപ്പൊ നീളം കൂടുന്നുണ്ട്, ആകെ പ്രശ്നമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് പൊതുവെ എല്ലായിടത്തും ഉള്ളൊരു പ്രകൃതാണിത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ റിസ്ക് ഒന്നുമില്ലാതെ ഒരാൾക്ക് രാത്രി പകുതി നിസ്കരിച്ച കൂലിയാണ് ഇശാ ജമാഅത്ത് നിർവഹിച്ചാൽ എന്നാണ്. ഇനി അതിന്റെ ബാക്കിയും കൂടി നമ്മൾ വായിക്കണം, അപ്പോഴാണ് ഇന്നത്തെ വിഷയമാകുക. എന്താണ്? വമൻ സ്വല്ല സുബഹ ഫീ ജമാഅത്തിൻ, ഈ ഇശ നിസ്കരിച്ച വ്യക്തി സുബഹിയും ജമാഅത്തായിട്ട് നിർവഹിച്ചു. ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, അപ്പൊ രാത്രി മുഴുവൻ നിസ്കരിച്ച ഒരാളെ പോലെയാണ്. രാത്രി മുഴുവൻ ആയുഷ്കാലത്ത് ഞാനും നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവും? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടുണ്ടാവുമോ? അപ്പൊ പടച്ചോൻ റഹ്മാനും റഹീമുമാണ്. പടച്ചോൻ റഹീമാണെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥമാണിത്. പക്ഷെ നമ്മൾ ഇതിലൊക്കെ പൊതുവെ ഗഫ്ലത്തിലായിരിക്കും. അപ്പുറത്ത് അങ്ങാടിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പള്ളിന്റെ മുന്നിൽ കൂടെയാണ് നടന്നുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലെ? സ്ഥിരമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏത് പ്രദേശത്തും അങ്ങനത്തെ ഒരു വിഭാഗത്തിന്റെ ലിസ്റ്റ് പറയണ്ടാവും. അയാൾ ഇവിടുന്ന് ജമാഅത്തിന്റെ ബാങ്ക് ഇട്ടിട്ടാണ് പിന്നീട് പോകുന്നത്. നമ്മളെ പ്രത്യേകത എന്താ? നമ്മൾ ഇത് അയാളോട് മാത്രം പറഞ്ഞിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരോടും നടന്നു പറയും. നേരെ മറിച്ച് തോണ്ടിയിട്ട്, കുഞ്ഞോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കൊന്ന് കേട്ടൂടെ? ഇതങ്ങനെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, അതൊന്ന് കേട്ടിട്ട് എനിക്ക് ആ ജമാഅത്തിന് കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പോഴായിരിക്കും അയാൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ആലോചിക്കും. ഈ തൗഫീഖ്, ഹിദായത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ സഹോദരങ്ങളെ വേറൊരു സംഭവമാണ്. അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടണമല്ല. ഇപ്പൊ പള്ളിയിൽ കയറുമ്പോഴുള്ള ദിക്ർ നമുക്ക് അറിയാറ്റ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദുആ നമുക്ക് അറിയാറ്റ, ബിസ്മില്ലാ എന്ന് ചൊല്ലാൻ അറിയായിട്ടല്ലോ. പക്ഷെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിമ അങ്ങനെ പോകുമ്പോഴല്ലോ അത് ഓർമ്മ വരിക. അപ്പൊ അവിടെ അത് ചൊല്ലാൻ കഴിയാന്നുള്ളത് ഒരു തൗഫീഖാണ്. അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു തൗഫീഖാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു തൗഫീഖാണ്. ആട് ചിലപ്പോ റോക്കറ്റ് മാനും മെട്രോ മാനും ഒക്കെ ആയിരിക്കും, അതിന്റെ വൻ പ്ലാനൊക്കെ നിർവഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഏകനായൊരു പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതൊരു വലിയ സംഭവമാണ്. അതിനാണ് നമ്മൾ തൗഫീഖ്, ഹിദായത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ തൗഫീഖും ഹിദായത്തും കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. അതുകൊണ്ട് ആളുകളെ ആക്ഷേപിക്കുന്നതിന് പകരം അവരെ ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഓനൊന്നും വൈക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണ്. എന്താ പറയാ, എങ്ങനെ ഉന്തിട്ടാ വരെ കേക്കോട്ടെ മറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യക്കുറവാണ് വിഷയം. അത് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇശാവും സുബഹിയും ജമാഅത്തായി നിസ്കരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പുണ്യം എന്താ? രാത്രി മുഴുവൻ നിസ്കരിച്ച ആളുകളുടെ പുണ്യമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞ പോലെ തന്നെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല എന്ന് പറയണ റസൂലുള്ളാഹി ആരെ? ലൻ യലിജന്നാറ അഹദുൻ, ഒരാളെ നരകം സ്പർശിക്കൂല. ആരാണ് അയാൾ? അയാൾ സ്വല്ല ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ യഅനി അൽ ഫജ്ർ വൽ അസ്ർ, സുബഹിയുടെ കാര്യവും ഇശാഇന്റെ കാര്യവും കൃത്യത പാലിച്ചുകൊണ്ട് നിസ്കരിച്ചു പോയ ആളുകൾക്കാണ് അത് ഉണ്ടാവുക എന്നാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമ്പോൾ നമ്മൾ അലാങ്കളൊക്കെ അടിക്കും, നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊരുങ്ങും. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ദിവസം, ഒരു നിമിഷമൊക്കെ ഉണ്ടല്ലോ, അതെങ്ങോ ദൂരത്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. എന്തോ മഹാരോഗം വന്നിട്ടൊന്നും വേണ്ടല്ലോ, ചെറിയ ഒരു അശ്രദ്ധ മതി. നമ്മളതല്ല, മറ്റുള്ളത്. സൗദി അറേബ്യയിലെ റോഡുകളിലൊക്കെ കാണാം, എന്താ, ഇഹ്ഫൽ അഖ്താ അൽ ആഖരീൻ, മറ്റുള്ളവരുടെ പിഴവ് നീ ശ്രദ്ധിച്ചോ. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കാണാം ബോർഡുകളിൽ. മറ്റുള്ളവരുടെ പിഴവ് ശ്രദ്ധിച്ചവരെന്താ, ഞാൻ എല്ലാ വാഹന നിയമങ്ങൾ പാലിച്ചോടിച്ചിട്ടും കാര്യമൊന്നുമില്ല, മറ്റോന് എൻ്റെ അടുത്തൊരു ചെറിയ അശ്രദ്ധ വന്നാൽ തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് ക്യാൻസറൊക്കെ വന്ന് കിഡ്നിയൊക്കെ പോയതിന്റെ ശേഷം, എന്തോ ഭയങ്കര പ്രശ്നം ഉണ്ടായതിന്റെ ശേഷം മരിക്കാൻ പോകണമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ അറിയോ? അടുത്ത വക്തിന് ജനങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിക്കായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കരിച്ചോ, അപ്പൊ നിസ്കാരത്തിൽ എൻ്റെ എല്ലാ കുഴപ്പവും തീരും. നിസ്കരിക്കാനുള്ള മടി, നിസ്കരിക്കാതിരിക്കാനുള്ള ന്യായങ്ങൾ ഒക്കെ തീരും, ശരിയാകും. ഉണരും, എണീക്കും, വിളിക്കാൻ പറയും. വിളിക്കണ ആളുടെ ദേഷ്യം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ ഉണ്ടാവും ഇവിടെ, രാവിലെ വിളിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. എത്ര ഉറക്കനെ മുട്ടിയിട്ട് വേണം വാപ്പാരൊക്കെ വന്ന് വിളിക്കുമ്പോ, അല്ലെ? കുലുക്കി വിളിച്ചാലും എണീക്കൂല. ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാകണം. മക്കളെ വിളിക്കുമ്പോൾ പറഞ്ഞോണ്ട് വിളിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോണ്ട് വിളിക്കണം. വിളിക്കാറുന്നതാണ്. പലപ്പോഴും നമ്മുടെ വിളിക്കലും ഒക്കെ എന്താണ്, അണ്ട് വെള്ളം മോത്തു കൊടിയലും പിന്നെ പിടിച്ചു നക്കലും അടിക്കലും. രാവിലെ തന്നെ നല്ല ആവേശത്തോടെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ പിടിച്ച് എഴുന്നേൽപ്പിക്കൽ. നേരെ തിരിച്ച് അവരെ അടുത്തിരുത്തി
പതുക്കെ എണീപ്പിച്ചിരുത്തി നമ്മുടെ തോളിലേക്ക് ചേർത്ത് കിടത്തി അവരോട് ചെവിയിൽ പറഞ്ഞ് ലതുപ്പന കുട്ടി കേട്ടിട്ടില്ല, എങ്ങനെയൊക്കെയല്ലേ വേണ്ടത്, നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ച് ആ ടോയ്ലറ്റ് വരെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നമ്മളെ വളർത്തു ദോഷം കൊണ്ട് ചിലപ്പോൾ 15 വയസ്സിൽ 20 വയസ്സിൽ 28 വയസ്സിലൊക്കെ ഇങ്ങനെ തന്നെ കയറും. ഒക്കെ വേണം, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയും, ഞാൻ പഠിപ്പിക്കേണ്ട ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് 5ാം ക്ലാസ് വരെ മറസിൽ 5ാം ക്ലാസ് വരെ മറസിൽ പഠിപ്പിച്ചിട്ട് അതിനെ പറ്റിയാണ് ഈ പറയണത്. ഞാൻ പറയേണ്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനോ എൻ്റെ പാട് നോക്കട്ടെ. നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട നമുക്ക് ഒറ്റക്കാണ് സ്വർഗത്ത് പോകാൻ പറ്റുന്നു. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ഈ ആയത്ത് എന്താ? സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കണേ പാപ്പാനെ മോൻ പിടിച്ചിട്ട് നരകത്തേക്ക് തള്ളിയിടണാണ്. നരകത്തിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കണ ഭാര്യനെ ഭർത്താവ് പിടിച്ചിട്ട് നരകത്തേക്ക് തള്ളിയിടുന്നതാണ്. അതാണ് ആയത്ത്. യുബസ്സറൂനഹും, അന്ന് നിനക്ക് കാണാൻ പറ്റും. യവദ്ദുൽ മുജ്രിം, അക്രമി ആഗ്രഹിക്കാണ്. ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനി, മകനെ നരകത്തിന് കൊടുത്തിട്ട് എനിക്ക് സ്വർഗം കിട്ടിയെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. വസ്വാഹിബതിഹി വഅഖി, അവന്റെ ഇണയെയും അവന്റെ സഹോദരനെയും നരകത്തിന് കൊടുത്തിട്ട് വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും നരകത്തിന് കൊടുത്തിട്ട് എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ സ്വന്തം കാര്യം ആലോചിക്കും. സ്വന്തം മകന് സ്വന്തം കരള് പകുത്തുകൊടുത്ത, കിഡ്നി പകുത്തുകൊടുത്ത ആയിരക്കണക്കിന് ഉമ്മമാരിവിടെ ഉണ്ട്, വാപ്പമാരിവിടെ ഉണ്ട്, സഹോദരന്മാരിവിടെ ഉണ്ട്, അല്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യന്റെ ടേബിളിന്റെ മേലെ കടന്നു കൊടുക്കണം, പൊളിച്ചിട്ട് കിഡ്നി എടുത്തിട്ട് മറ്റേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും. സ്നേഹമാണത്, സ്നേഹമാണത്. എന്തൊക്കെ സംഭവിച്ചാലും ജീവൻ കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ പരലോകത്തിന് റെഡിയല്ല എന്നാണ്. അതുകൊണ്ട് വലിയൊരു എഡിറ്റിങ്ങിലേക്ക് നമ്മളൊക്കെ പോകണം എന്നാണ് ഈ ഹദീസുകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രല്ല നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കാണ്, മലക്കുകൾ പങ്കെടുക്കണ നിസ്കാരമാണ്. എല്ലാ നിസ്കാരത്തിലും മലക്കുകളുണ്ട്, പക്ഷെ മലക്കുകളുടെ സാന്നിധ്യം കൂടുതലുണ്ട്, മലക്കുകളുടെ സംഭാഷണം ഒക്കെ ഉണ്ട്. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? നമുക്ക് കാണാം, തഫ്ദുലു സ്വലാത്തുൽ ജമീ സ്വലാത്ത അഹദിക്കും വഹ്ദഹു ബി25 ജുസ്അൻ. എന്താണ്? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, തഫ്ദുലു സ്വലാത്തുൽ ജമീഇ സ്വലാത്ത അഹദിക്കും വഹ്ദഹു ബി25 ജുസ്അ. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കണേലേറെ 25 ഇരട്ടി പുണ്യം ഒരു വ്യക്തിക്ക് അയാളുടെ ജമാഅത്തായ നിസ്കാരം കൊണ്ട് കിട്ടും. രാത്രിയിൽ വന്നു ചേരുന്ന മലക്കുകളും പകലിൽ വന്നു ചേരുന്ന മലക്കുകളും ഒത്തുകൂടുന്ന ഒരു സമയമാണത്. അവര് എന്ത് ചെയ്യും? രാത്രിയിൽ വന്ന മലക്കുകൾ തിരിച്ചു പോകുന്നു, പകലിലേക്കുള്ള മലക്കുകൾ വരുന്നു. മനുഷ്യനെ എന്തിനാണ് വരുന്നത്? നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ റോന്ത് ചുറ്റുന്ന മലക്കുകളുണ്ട്, അവര് ഒരുമിച്ച് കൂടുന്ന സമയമാണിത് എന്നാണ്. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കും എന്നാണ്. അള്ളാഹ് കരയഞ്ഞിട്ടൊന്നുമല്ല, പടച്ചോൻ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എങ്ങനെയുണ്ട്? അപ്പൊ അവരിങ്ങനെ പറയും, ഇന്ന ആൾക്കാരൊക്കെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ആൾക്കാരുടെ കാര്യം എങ്ങനെ ഈ മലക്കുകൾ ഇങ്ങനെ ഓർത്തെടുത്ത് കൃത്യമായിട്ട് പറയാം? അങ്ങനെയൊക്കെ ചോദിക്കും ചില ആൾക്കാർ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു ആയത്ത് ഖുർആനിലുണ്ട്. അള്ളാഹ്ക്ക് പറ്റാത്ത ഒന്നുമില്ല. ഒറ്റ ആയത്തുമേ എല്ലാ വസ്വാസും തീരും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെയും ഖുർആനിനെയും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ ഉള്ളൂ. ഇനി സുബഹി സ്വലയുടെ കൂടെ ചില കാര്യങ്ങൾ കൂടി ചെയ്താൽ ഒരു ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ കൂലി ഉണ്ട് എന്നാണ്. എന്താണ്? മൻ സ്വല്ലൽ ഗദാത ഫി ജമാഅത്തിൻ, ഒരാള് സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചു. സൂര്യൻ ഉദിക്കുന്നത് വരെ, ക്ലോക്കിൽ ഉദയം എന്ന് കാണിക്കുന്നത് വരെ, ഉദയം എന്ന് കാണിക്കുന്ന ഒരു സമയമുണ്ട് അല്ലെ, അത് കഴിയുന്നത് വരെ, അത് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം അയാൾ എന്ത് ചെയ്യുന്നു? സല്ലാ റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കുന്നു. കാനത്ത് ലഹു കാജിരി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഒരു സംശയം, ഹജ്ജിനും ഉംറക്കൊക്കെ പോണ എന്തൊക്കെ ജാതി ത്യാഗമുണ്ട്. ആ ത്യാഗത്തിന്റെ, ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ കൂലി സുബഹിന്റെ ശേഷം പള്ളിയിൽ ഇരുന്ന് അദ്കാറുകൾ ചൊല്ലി ഉദയത്തിന്റെ സമയം കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് 2 റകഅത്ത് നിസ്കരിച്ച് പോണ ആൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന്
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിച്ചോ വഹി കൊടുത്തതുകൊണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ. മക്കത്ത് പോയി ഹജ്ജ് ഉംറയും ചെയ്യണതിന്റെ ഫുൾ കൂലി, പൂർണ്ണമായ കൂലി എന്ന് ആവർത്തിച്ച് പറയണം. അത് നമ്മൾ ഒന്ന് പ്രായോഗികമാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കേൾക്കുമ്പോൾ വളരെ സുഖം, പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഉറക്കമില്ലാത്ത ആളുകള്, അല്ലെങ്കിൽ രാവിലെ തിരക്കുള്ള ആളുകള്, അങ്ങനെ ഒന്ന് ഇരുന്ന് കുറച്ചു നേരം അദ്കാർ ചെല്ലാനുള്ള ഒരു മാനസികാവസ്ഥയുടെ തൗഫീഖ് കിട്ടാത്ത ആളുകൾ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ദിക്റിൽ തന്നെ ആ സമയം ഉറങ്ങിപ്പോകുന്നു, ഉണരുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാവിലെ പള്ളിയിൽ വന്നാൽ മാത്രമേ ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുള്ളൂ. ഇതാ സല്ലൽ ഫജറ തറബ്ബഅ ഫീ മജ്ലിസി ഹത്താ തത്ലഉ ശംസ്. പ്രവാചകൻ എന്ത് ചെയ്യും? ചമ്രം പടിഞ്ഞിരുന്ന് സൂര്യോദയം വരെ പ്രവാചകൻ അവിടെ തുടർന്നിരുന്നു എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ധാരാളം പുണ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രല്ല, ഏറ്റവും പ്രയാസകരമായ നമസ്കാരം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇന്ന അഫ്കല സ്വലാത്ത്, ഏറ്റവും പ്രയാസകരമായ നമസ്കാരം ആർക്ക്? അലൽ മുനാഫിഖീൻ, കപടവിശ്വാസികൾക്ക് സ്വലാത്തുൽ ഇശയും സ്വലാത്തുൽ ഫജ്റുമാണ്. വലൗ യഅലമൂന മാ ഫീഹാ, അവർക്ക് അതിലുള്ള എല്ലാ പുണ്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ ലാതൗഹുമാ വലൗ ഹബ്വാ, അവര് നടക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ കാലില്ലാത്തവരോ ആണെങ്കിൽ അവര് മുട്ടിലിഴഞ്ഞു വരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അപ്പൊ നമ്മളിൽ നിഫാഖ് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടൂളും കൂടിയാണ് ഈ സുബഹിന്റെ ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പുറത്ത് വീട്ടുന്ന ആളുകൊണ്ട്, ഇപ്പുറത്ത് വീട്ടുന്ന ആളുകൊണ്ട് ഒക്കെ പോണ്ട്. പൊതുവെ ആരാ പോവുക? റിട്ടയർഡായ മാഷന്മാരും വയസ്സായ ആൾക്കാരും നരച്ച ആൾക്കാരാണ് പള്ളിയിലൊക്കെ കാണുന്നത്. ചെറുപ്പക്കാരുണ്ടാവില്ല, ഏത് വക്തിനും ഉണ്ടാവില്ല. എന്താ? കൂർക്കം വലിച്ചുറങ്ങാണ്. സഹോദരന്മാരെ, നാളെ ഖബറിൽ ചെല്ലുമ്പോ ഒരു വ്യക്തിയുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടാകും. ആരാ കൂട്ടുകാരൻ? അമലാണ് കൂട്ടുകാരൻ. നമ്മളെ അമല് ദുഷിച്ച അമലാണെങ്കിൽ ആ അമല് രൂപം പ്രാപിച്ച് അടുത്തു വരും. നമ്മുടെ അമല് സൽക്കർമ്മമാണെങ്കിൽ ഞാൻ നിന്റെ സൽക്കർമ്മമാണെന്ന് പറഞ്ഞു വരും. ഇതൊക്കെ എപ്പോഴോ വർഷങ്ങൾക്കപ്പുറം സംഭവിക്കാൻ പോണ കാര്യമായിട്ട് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. ഇന്നത്തെ രാത്രി ചിലപ്പോൾ നമ്മൾ പൂർത്തിയാക്കൂല. ഞാനിട്ട കുപ്പായം ചിലപ്പോ വേറുള്ളവർ കത്രിക വെച്ച് മുറിക്കും. എന്നിട്ട് എൻ്റെ മയ്യത്ത് കഫം പുടവയിലേക്ക് പൊതിയണ അവസ്ഥ ഉണ്ടാകും. അത്ര ലളിതമാണ്, അത്ര സിമ്പിളാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ചയുള്ള ആൾക്കാരൊക്കെ തിരുത്താൻ ഇനി കാത്തു നിൽക്കാതെ തിരുത്തിക്കൊള്ളി. പല ജാതി സാധനം ചെയ്താൻ പറഞ്ഞുതരും. ന്യായങ്ങളും ദുർന്യായങ്ങളും ഇഷ്ടംപോലെ പറഞ്ഞുതരും കേട്ടോ. അത് നല്ലോണം ഓർമ്മ വെക്കുന്നത് നമുക്ക് നന്നായിരിക്കുന്നതാണ്. ഈ സമയത്ത് എനിക്ക് എല്ലാവരെയും ഉണർത്താനുള്ളത്, ആദ്യം എന്നെ ഉണർത്താനുള്ളത്, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബഹിന് ഒരു വിശ്വാസി ഉണർന്നെണീക്കണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ഇത്തരം മസലകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പലപ്പോഴും ഇങ്ങനെ സുബഹിന് എണീക്കാൻ, ജമാഅത്തിന് എത്താൻ, നിസ്കാരത്തിന്റെ ആസ്വാദനം കിട്ടാനൊക്കെയുള്ള കുറേ വഴികൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശദമായി തന്നെ പറയേണ്ടതാണ്, വിശദാംശത്തിലേക്ക് നമ്മൾ പോണില്ല. ഒന്ന്, നേരത്തെ ഉറങ്ങുക എന്നാണ്. ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സുബഹിന് എണീക്കാൻ കഴിയാത്ത ആളുകൾ അവര് നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് അവർക്കുള്ള നിർദ്ദേശം. ചില തൊഴിലുകളൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടാകും, നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ടാകും. അവരിങ്ങനെ ആശ്വസിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്റെ തൊഴിലായതുകൊണ്ടല്ലേ, ഇങ്ങനെയല്ലേ. അങ്ങനത്തെ ഒരു ആഫവ് നിസ്കാരത്തിന്റെ കാര്യത്തിലില്ല. ശരിക്കും നമ്മളെപ്പോ കിടന്നാലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു തീ കെടാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിസ്കാരം എന്നുള്ളൊരു ഫീലിംഗ് കെടാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അടിക്കും. നമ്മളെ അലാം ക്ലോക്ക് അടിയുമ്പോൾ നമ്മൾ ഉണരണമെങ്കിൽ നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് ഓണാണ്. അത് ഓണാകും, നമ്മൾ ഉണരും. അതൊരു സംശയം അതിലില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം, ഈ ബോധ്യം നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ ഭർത്താവ് എന്തോ ആക്സിഡന്റിലായി പോകാൻ പറ്റുന്ന ഫീലിംഗിലായിരിക്കും ഭാര്യ. എണീച്ചിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗിലായിരിക്കും ഉണ്ടാകുക. മറ്റേന്താ, എണീച്ചിട്ടില്ല, തിരിഞ്ഞെടുക്കും. ഭർത്താവിനെയും മോനെയും ഒക്കെ പറഞ്ഞേക്കൽ എൻ്റെ ബാധ്യതയാണ്. കുട്ടികളൊക്കെ നമ്മൾ കൈയൊടിച്ച് കൊണ്ടുവരണം. പള്ളിയിൽ ചെറിയ പ്രായത്തിൽ ചെറിയൊരു ഒച്ചവരുണ്ടാക്കുമ്പോൾ നമ്മൾ ടെൻഷനായിട്ട് എന്തോടാവും. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കുട്ടികൾ വന്നിട്ട് കരഞ്ഞിട്ട്
പ്രവാചകൻ എന്താ ചെയ്തത്? നിസ്കാരം ചുരുക്കുക ചെയ്ത്. എന്നിട്ട് പറഞ്ഞു എന്താ പറയാ, ഒരിക്കലും വിചാരിക്കാത്ത അത്ര അളവിൽ നിസ്കാരം ചുരുക്കിയപ്പോ എല്ലാവരും ഇങ്ങനെ 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 നോക്കാൻ തുടങ്ങിയപ്പോ റസൂലുള്ള കാരണം പറഞ്ഞു, ഞാൻ അമ്മമാരടങ്ങാറാണ്ടാന്ന് വിചാരിച്ചിട്ട് ചുരുക്കിയാണ്. ഇമ്മമാരും കുട്ടികളെയും കൊണ്ടും വരണ്ട എന്നൊന്നല്ല പറഞ്ഞത്. കുട്ടികളെ സഫ് കൂടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഫോണൊക്കെ നേരെ എടുത്ത് വെക്കുക. കുട്ടികളെടുത്ത് എറിഞ്ഞു പൊട്ടിക്കും തോന്നണത് ഫോണൊക്കെ എടുത്ത് നേരെ എടുത്ത് വെക്കുക, അതാ ചെയ്യേണ്ടത്. പിന്നെ മക്കളെ നമ്മൾ ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങനെ പറഞ്ഞിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അവരാകെ കടന്ന് കുത്തിമറിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. ഇനി ഏറ്റവും ഇളയത് വരുമ്പോ വലിയതിനോട് പറയാം, നിസ്കാരത്തിലോട് പോവുകയോ ഓടുകയോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ, പനകുട്ടി പോയിട്ട് എടുത്ത് അവിടെ ഇരുന്നോണ്ട് കേട്ടോ. കാരണം നിസ്കാരം നമ്മളെ തന്നെ അത്ര ഫർദ് അവസ്ഥ ഇല്ലാത്തൊരു കുട്ടിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനത്തെ കുറച്ച് പ്രായോഗികതകളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ഉറക്കത്തിന്റെ എല്ലാ ദിക്റും ചൊല്ലി കിടക്കുക. ഉറക്കത്തിന്റെ എല്ലാ ദിക്റും ചൊല്ലി കിടക്കുക. ഉണരാൻ പറ്റും, ഒരു സംശയമല്ല. മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇതിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കുക. തിന്മയിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന പാപങ്ങൾ എന്താണ്? കണ്ണുകൊണ്ട് ചെയ്യുന്നത്, സംസാരം കൊണ്ട് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ എനിക്ക് സുബഹിക്ക് എണീക്കണം, എനിക്ക് ജമാഅത്ത് കിട്ടണം, എൻ്റെ നിസ്കാരത്തിൽ ആസ്വാദനം വേണം എന്നാണ് തീരുമാനിച്ചിട്ട് വർത്താനത്തെ നിയന്ത്രിക്കുക, പ്രവർത്തനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊന്നാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുള്ള ദിക്ർ ചൊല്ലുക. എന്താണ് അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം? 3 കെട്ട് ശൈത്താൻ രാത്രിയിൽ ഇട്ട് വെക്കുന്നുണ്ടെന്നാണ്. കെട്ട് എങ്ങനെയാണ്, അതിന്റെ കോലെന്താണ്, അത് എന്ത് സാധനം വെച്ചാൽ കെട്ടിയത്, ഇതൊന്നും നമുക്കറിയില്ല. ഇത് വഹിയുള്ള റസൂലുള്ള പറഞ്ഞാണ്. നമ്മൾ ദിക്ർ ചൊല്ലി ഉണരുമ്പോൾ 1-ാമത്തെ കെട്ട് പൊട്ടും, ഒളു എടുക്കുമ്പോൾ 2-ാമത്തെ കെട്ട് പൊട്ടും, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ 3-ാമത്തെ കെട്ട് പൊട്ടും. ശൈത്താന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതമായ ഒരു ജീവിത ചുറ്റുപാട് നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി സൂക്ഷിച്ചും പഠിച്ചും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുഖ്ലിസുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഖുദ്സിലെ പോരാളികൾക്ക് അള്ളാഹു മനക്കരുത്തിന് നൽകുമാറാകട്ടെ. അവിടുത്തെ ആ രാജ്യവും ആ നാടും സ്വതന്ത്രമാകുന്ന നല്ല നാടുകൾ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നിർഭയമായ ഖുദ്സിന്റെ മണ്ണിൽ, അതിന്റെ മുറ്റത്ത്, അതിന്റെ മാർബിൾ തറകളിൽ സുജൂദ് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.